ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിഷിങ്ങിന് വന്നാൽ കേട്ടോ, നമ്മളെ കോർണിഷിൽ പാലത്തുമ്മൽ ഫിഷ് ചെയ്യാൻ. നല്ല കാലാവസ്ഥയാണ്, നല്ല അക്വേറിയം പോലത്തെ വാട്ടർ കേട്ടോ, നല്ല തെളിഞ്ഞ വാട്ടർ. നമ്മൾ നോക്കുന്ന എന്തൊക്കെ കിട്ടണമെന്ന്. ഇതാട്ടോ ഞാൻ സെറ്റ് ചെയ്ത എൻ്റെ ചൂണ്ടലിൻ്റെ ഏരിയ. അടിയിൽ ഇവിടെ ക്ലീനിങ്ങിൻ്റെ ഇത് പേപ്പർ ഒരിക്കലും നിർബന്ധം ഇവിടെ ഫിഷ് ചെയ്യുകയാണെങ്കിൽ, മറ്റേത് ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ചൂണ്ടൽമേൽ 2 ഇതും സെറ്റ് വെച്ചിട്ടുണ്ട്. നല്ല തത്തമ്മ ഫിഷിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ കുബൂസായിട്ട് ഇരട്ട് കൊടുക്കണം. കുബൂസുമേൽ തത്തമ്മ ഫിഷ് അടിക്കാൻ സാധ്യത ഉണ്ട്. ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. ലോങ് കാസ്റ്റ് തന്നെ ഇട്ടോ. കുറച്ച് ദൂരം പോയി കേട്ടോ. കാറ്റാണ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. ഞാൻ ഒരാളെ ക്യാമറ പിടിച്ചാൽ കൊടുത്തു കേട്ടോ. പിന്നെ ഇവിടെ ഇട്ടോ നമുക്ക്. തത്തമ്മ ഫിഷ് വരുന്നുണ്ട്. അടിച്ചാൽ വെച്ചിട്ട് അവിടെ ഒരു കൂട്ടുണ്ട് തത്തമ്മ ഫിഷിൻ്റെ. ഫസ്റ്റ് ചിലപ്പോൾ അടിക്കൂട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ അടിക്കും, പിന്നെ അറ്റങ്ങൾക്ക് അടിക്കും. അതാണ്ടാവുക. അത്യാവശ്യം നല്ല വലിയ കൂട്ടമായിരുന്നു. അതിൻ്റെ പുറത്ത് വേറെ ഏതൊക്കെ മീനുണ്ട്. ധൈര്യം കുറവാണല്ലോ മീനിന്. അടിക്കടിക്ക് ഒക്കെ അതിൻ്റെ അടുത്തെത്തി പോവാണ്. ഒന്നുകൂടി മാറ്റിയിട്ടൊക്കെ വേറെ ഒന്നാണ് പൊന്തിച്ച്. അപ്പം മീൻ പിന്നെ വരും. ജസ്റ്റ് ഒരു ഏറും കൂടി ഇറങ്ങി നോക്കാം. ആ മീനിൻ്റെ പൊടിയും പൊട്ടും തിന്നാവരും. കുറച്ചും കൂടി കയ്യണം. കാലാവസ്ഥ ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടാവാണ്ട്, എന്നാലും മീനിന് മേലെ വന്ന് നല്ല ഇരടുത്ത് കുറച്ച് ലോങ് ഏറ് കഴിയുമ്പോൾ കേട്ടോ. ആ ഭാഗത്ത് തിരുത കളിച്ചിനി അവിടെ ഉണ്ടാവും അറിയില്ല. മീനുണ്ട് കേട്ടോ അവിടെ, പക്ഷെ ചെറുമീനുകളാവുന്നുണ്ട്. അടിച്ചടിച്ചടിച്ചു മീനടിച്ചു പോയോ? എന്തോ ഒരു മീൻ അടിച്ചിന്. അത് പൊട്ടി അയ്യേ പോയി, മിസ്സായി. അറാഹത്താ അത് പോയി, ഫ്രീ ആയിപ്പോയി. നമ്മൾ ഈ ഭാഗത്തേക്കൊന്ന് എറിഞ്ഞു നോക്കാം. ഈ എട്ടാണ്ട് ഒരു ഭാഗത്ത് സ്റ്റേ ചെയ്യേണ്ടത് നിന്നോളും. അല്ലാതെ ദൂരമൊന്നും പോയിട്ടില്ല. അവിടെ പൊന്തി നിൽക്കുന്നുണ്ട്. ഈ അവിടെ താന്നു കിടക്കും. നമുക്ക് അടുത്തേ നോക്കാം. നമ്മൾ ഇതിനും കൂടി ഏര കൂത്തിടാം. നമ്മളെ ഒരു ചൂണ്ട ഇവിടെ ഉണ്ട്, ഒരു ചൂണ്ട നമ്മൾ അങ്ങോട്ടായിട്ട് എറിയാൻ നിൽക്കണം. അവിടെ നല്ല ഫീൽസ്. ഏതായാലും നമ്മൾ നേരത്തെ ഒരട്ടം അടിച്ച് പോയതാണ്. അതിൻ്റെ പോരായ്മ തന്നെയാണ്, ഞാൻ വീഡിയോ എടുക്കാൻ കാത്തുന്നതാണ്. നല്ല നീട്ടി എറിഞ്ഞോക്കാം. കുറച്ച് അയച്ച് വിട്ടുകൊടുത്താൽ ആ ഏരിയയിലുള്ള തിരുതമീനൊക്കെ കയറി വന്നോളും. ഞാൻ ഓപ്പൺ ബെയിലാക്കിയാണ് ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീനുണ്ട്. ക്യാമറ കാണാൻ പറ്റുന്ന അത്രത്തോളം ഉണ്ട് അറിയില്ല, പക്ഷെ മീൻ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. വന്നാണ്, പക്ഷെ ഒന്നും വിചാരിച്ചാൽ തിന്നണില്ല. പല പരീക്ഷണം നടത്തി തോറ്റു തുന്നമ്പടി. അവസാനം കുബൂസ് മാത്രം ഒരു വെയിറ്റ് ഒരു ലോങ് കാസ്റ്റോ ഇല്ലാതെ ഇവിടെ അടുത്തിട്ട് നോക്കാം. എന്തെങ്കിലുമൊക്കെ തത്തമ്മ ഫിഷ് നല്ല ഉണ്ട്, പക്ഷെ ഒറ്റയൊക്കെ ഭയങ്കര പേടിയാണ് കുട്ടന്മാർ. എട്ടുമ്പോഴത്തെ മീൻ വരും, പക്ഷെ ഈ ചെറുത് കിട്ടുകയാണ്, ചെറുതെങ്കിലും അടിക്കട്ടെ. പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ കിട്ടിയോണ്ട് ഇപ്പം നമുക്ക് വലിയ ഫോണൊന്നുമില്ല. വിടാതെ പിന്തുടരുന്നുണ്ട്. മാറിക്ക് ചങ്ങായി, നമുക്ക് ഇപ്പോൾ കിട്ടാതെ പോകുമ്പോൾ പരി പോലും പോകുന്നുണ്ട്. വേറെ സ്ഥലത്ത് കിട്ടുമൊക്കെ. നന്നായിട്ട് പുട്ട് പൊടിയണ മാതിരി പൊടിഞ്ഞു. ചൂണ്ടൊക്കെ കൊളുത്തിടാൻ പറ്റിയൊരു ചെറിയ മീൻ അടിച്ചിട്ടോ. നമ്മളെ ഫസ്റ്റ് ഫിഷാണ്. നമുക്ക് ജീവനത്തോടെ ഏരാക്കി കുറക്കാൻ പറ്റുമോ? നാട്ടിലെ കരിമീൻ്റെ ഒരു വേറെ ഒരു വെറൈറ്റി സാധനം. ഉളുക്കാണ്. ഇട്ടടുത്ത് എൻ്റെ അടുത്ത് ഏകദേശമൊക്കെ കുറേ മീനുകളുണ്ട്. കോലിമീനാണ് കൂടുതൽ വരുന്നത്. കോലിമീനോട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
കൂട്ടത്തോടുള്ള കോലിമീനാട്ടോ. ഈ ബഫർ ഫിഷ് ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നാണ് അല്ലോ നമ്മളത് അടിച്ചു കഴിഞ്ഞാൽ പേടി ഉണ്ടായിന്, പക്ഷെ എന്നാലും വിടൂല എന്നാണ് പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ ഒന്ന് അടിക്കടോ, അടിച്ചിക്കാണ് ചിലപ്പോൾ ഗഡ്സ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അതാണ് മെയിൻ പറഞ്ഞു. ഇതാണ് വിടാതെ വയറ്റിൽ വരുന്നുണ്ട്. അടിക്കാനാണ്ട് അടിക്കട്ടെ, കുറേ നേരമായി അവൻ്റെ പൂജ. നമ്മളതിൽ ഇങ്ങനെ കാത്തിക്കത്. ഇപ്പോൾ പരിപാടി മീനിങ്ങനെ വന്ന് നമ്മളെ പറ്റിച്ചല്ലാതെ മീൻ അടിക്കണില്ല. സ്ലിംഗ് ഷോട്ടൊക്കെ ഉണ്ട്, നല്ല സുഖമായിട്ട് അങ്ങ് അടിച്ച് കയറ്റേന്. ഇവിടെ സ്ലിംഗ് ഷോട്ട് പറ്റും അറിയില്ല. പോയി പേടിച്ച് പോയി. നമ്മളെ ചൂണ്ട വെള്ളത്ത് പോയി ഗൈസ്. ഒരു മെഷീൻ ഇപ്പോൾ വെള്ളത്തിലുള്ളത്. നമ്മളടുത്ത് 2 വലുതില്ലേനോ. ഏതായാലും വലിയൊരു മീൻ വന്ന് അടിച്ച് വലിച്ച് വെറുതെ ചെറിയ വലിച്ചിട്ടുള്ള പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അത്ര ഇതാക്കിയില്ല, ഡ്രാഗ് ഇട്ടിട്ടില്ലേ. എടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്തനാണ്. മീനുണ്ട്, കഴിഞ്ഞ് എന്ത് മീനാ അറിയില്ല. ചിലപ്പോൾ തത്തമ്മ ഫിഷ് ആവും, അല്ലെങ്കിൽ മറ്റേ നേരത്തെ കണ്ട ബഫർ ഫിഷ് ആവും. താവണില്ല, വേറെ ഈ അട്ടൊക്കെ കുടുങ്ങി തോന്നുന്നുണ്ട്. دقيقة ايوه امسك لا تحت ما احسن. ها هذا هنا ايوه يد كمان ورا هذا مكينه سوا هنا اوتو ايوه احسن. حطه هنا بعدين ايوه كويس. بشويش احسن. هلا خلي سيبه واحد مره. ഈ ചൂണ്ട ഇതിന് മുന്നേ ഇതേമാതിരി കുറേ പോയിട്ടാണ്. അയ്യോ ബിശ്വേഷ് അല്ലേ അതാ താഹത്ത് അഹ്സൻ. അയ്യോ هو يلا ايوه دقيقة خلي مفتوح هنا. നമ്മളെ കൊക്ക കിട്ടി. അയ്യോ ശുക്രാൻ. നമ്മൾ ഡ്രാഗ് ടൈറ്റ് ആക്കിയിട്ടാണ് ഇതിന് സാധനം കിട്ടിയാണ്. ഞാൻ അതൊന്ന് പൊന്നിച്ച് നോക്കാം. ഇതൊന്ന് കേൾക്കേണ്ടി വരും. അല്ല നല്ലോണം പൊട്ടിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൊട്ടിച്ചെടുത്താണ്. ഏതായാലും സാധനം കിട്ടി. ചൂണ്ടൽ മറ്റേ കൊണ്ടിയും പോയിന്നുള്ളൂ. നമ്മൾ കുറേ നേരം മെനക്കെട്ട് ചൂണ്ടൽ പോയി, ചൂണ്ടൽ തിരിച്ചെടുത്ത് രണ്ടാമത് പിന്നെയും കാസ്റ്റിങ് തുടങ്ങാം കേട്ടോ. കുറേ നേരം അങ്ങനെ പോയി ചൂണ്ടൽമേൽ. ഏതോ കാര്യപ്പെട്ട മീൻ വലിച്ചുകൊണ്ടേ കാണ്ട് ഉള്ളു കൊണ്ടിട്ട് ഞാനാണ് ഡ്രാഗ് ലൂസാക്കാനും മറന്നു. മറ്റൊരാളോട് എന്തോ സംസാരിച്ചു കൊണ്ടുണ്ട് എടുക്കിന്. മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയത്, അതിൻ്റെ അടിയിൽ സംഭവിച്ചാൽ. ഈ വലിയ മീൻ പിന്നെയും വരുന്നുണ്ടല്ലോ വണ്ടിമ്പല്. ബഫർ ഫിഷ് എത്ര വലിപ്പമുണ്ടല്ലേ. ഒരു മീൻ അടിച്ചാണ്, ചെറിയ കുഞ്ഞു മീൻ. ചൂണ്ടലെടുത്തേക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇതിന് കുറച്ച് പണിയെടുക്കാണ്ട്. ഇങ്ങനെ ഊരി പോവുകയാണെങ്കിൽ റിസ്ക്. ആ മീൻ പോയാൽ നമ്മളെ കയ്യിലുള്ള അൾട്രാലൈറ്റ് ഇട്ടഞ്ഞ് പരീക്ഷിക്കണം. മറ്റേ ചൂണ്ടൽ റെഡ് ഇതുള്ള ബ്രൈഡ് തന്നെ ആ ഒരു ചൂണ്ടൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ റോഡ് ഇങ്ങനെ ഊരിപ്പോണ്ട്. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കേനെ. അപ്പം ഞാൻ ഇപ്പം നല്ലൊരു പണിയെടുക്കണം. അപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഈ താഴത്തേക്കിടാൻ ഇപ്പോൾ ഇതൊക്കെ മതി. വലിയ മീൻ എടുക്കുമ്പോൾ നമുക്ക് നൂല് പിടിച്ച് പൊന്തിച്ചാൽ അത് നല്ല. ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നിൽക്കണ്ട. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മീൻ പിടിക്കുമ്പോൾ ഇനി കാണാം. നമ്മൾ അൾട്രാലൈറ്റ് ആയിട്ട് വീണ്ടും പരീക്ഷണം ആരംഭിക്കും. ഒക്കെ റെഡി ആക്കിയിട്ട് സെറ്റാക്കി എറിഞ്ഞു. അതുകൊണ്ട് എത്ര മതി. ഒരു ചെറിയ മീൻ അടിച്ചിട്ടോ. എല്ലാവരെയും അഭിപ്രായം ഭയങ്കര വലിയ അഭിപ്രായങ്ങൾ ഒരുപാട് ആൾക്കാരെത്തുണ്ട്. തിരുത കൂട്ടം വന്നേ കേട്ടോ. അതിന് പോയി വരുന്നുണ്ട് നല്ല സൂപ്പർ തിരുത. ഭയങ്കര പേടിയാണ്. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ മീനോ വെട്ടുള്ളൂ. വെട്ടിക്കണം നല്ലൊരു ഉപകാരം. ഇര കണ്ടിക്കണേ, പക്ഷേ ഒറ്റടിക്ക് വന്ന് അടിക്കണ സമയമല്ല. തിരിതടിച്ച് നല്ല ഫൈറ്റ് കേട്ടോ. അൾട്രാ ലിറ്റമിലാണ് കിട്ടണേ.
കയറി വരാൻ സാധ്യത വളരെ കുറവാണ്. പോയോ തിരുത വരുന്നുണ്ട്. വരുന്ന പൊട്ടിച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. يا رب صديق تعال امسك هذا خيط دقيقة انا عمري ما تلا فوق خلي دقيقة كثير مرة انا عارف دقيقة سوي كذا بس كاميرا بس خلي اوكي बड़ी प्यारी मछली है നല്ല വലിയ തിര. മാഷാഅല്ലാഹ് മബ്രൂക്ക്. कैसे लगी था നല്ല സൈസ് തിര. خلي سيف മാഷാഅല്ലാഹ് നല്ല സൈസ്. അധികം കളിപ്പിച്ചാൽ പണി കിട്ടും. ആ തീരനടിച്ചപ്പോത്തിന് ഇത് ഒന്നിട്ട് പൊട്ടി. അൾട്രലൈറ്റ് കൈക്ക് പോയി. കുഴപ്പമില്ല, മുതലാണ്. ഫൈനലി ഇത് അവസാനത്തെ കുബൂസിൻ്റെ അവസാനത്തെ കഷ്ണം കേട്ടോ. സാമൂലിൻ്റെ ലാസ്റ്റ് വെയിറ്റാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ കരി പോകും. കാരണം നമ്മളെ കയ്യിലുള്ള ബെയ്റ്റൊക്കെ തീർന്നാണ്. പിന്നെ ഒരുപാട് സമയമായി. നമുക്കൊന്ന് ആവശ്യത്തിനുള്ള മീൻ കിട്ടണം. നമ്മളെ ആവശ്യത്തിനുള്ള മീൻ കിട്ടണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാസ്റ്റിംഗ് കൂടി ചെയ്തുകൊണ്ട് നിർത്താം. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഡ്രാഗൊക്കെ നല്ല ലൂസ് കൊടുക്കണം. അടിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് മടക്കി എടുത്തേക്കാം. കാരണം ഇനി നമ്മൾ ഫിഷ് ചെയ്യണില്ല. ചെയ്യാത്ത ചൂണ്ടകളൊക്കെ എടുത്തേക്കാം നല്ലത്. നമ്മൾ അവസാനത്തെ ചൂണ്ടയ്ക്ക് കിട്ടിയ ഈ ചെറുമീനോടുകൂടി മീൻ പിടുത്തം അവസാനിച്ചിരിക്കുന്നു. അതെല്ലാം നമ്മളിതിനെ പരി കൊണ്ടുപോകും. കിട്ടീനെ പൊരിച്ച് തിന്നു. എന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റില്ല. 2-3 ഇതേ സൈസുള്ള നമ്മളെ കയ്യിലുണ്ട്. രസമാണ്. നിർത്തി പൊരിച്ച നല്ല വെളിച്ചെണ്ണയിൽ ഉഷാറാണ്. അത്യാവശ്യം നല്ല ഉച്ചയായിന്. നമ്മളേതായാലും ഫിഷിങ് നിർത്താൻ പോവാണ്. നമുക്ക് കിട്ടിയ മീനൊന്ന് കാണിച്ചു തരാം. ഏകദേശം സാധനങ്ങളൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. നല്ല പവർഫുൾ നല്ല സൈസുള്ള മീൻ കേട്ടോ. ബാക്കി കുഞ്ഞന്മാരെ നമുക്കൊക്കെ അതിൻ്റെ കൂടുതൽ പൊരിച്ച് പോവാം. നിർത്തിപ്പൊരിക്കാം. ഇത്രയുള്ള ഈ വീഡിയോ. ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.